ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ നിലവിലുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷനാണ് ഞാൻ നോക്കുന്നത്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നതും കൊടുക്കുന്ന മെസ്സേജും. സാധാരണ പേഴ്സൻ്റെ മെസ്സേജല്ലേ നമ്മൾ നോക്കാറുള്ളൂ. ഈ റീഡിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കൊടുക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ, മനസ്സുകൊണ്ട് നമ്മൾ ടെലിപ്പതി ചെയ്യത്തില്ലേ, നമ്മൾ ടെലിപ്പതിയിൽ സംസാരിക്കും, നമ്മൾ അവരെ ഓർത്തിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അവരെ പറ്റി എന്തെങ്കിലും നമ്മുടെ വീട്ടുകാരോട് പറയുന്ന മെസ്സേജ്, അതാണ് നോക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ മെസ്സേജുമാണ് ഫസ്റ്റ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. അപ്പം റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടേതാണ്, പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. നിങ്ങളുടെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. ഷഫിൾ ചെയ്ത് കിട്ടിയിരിക്കുന്ന കാർഡ്: ദ സൺ, വീൽ ഓഫ് ഫോർച്യൂൺ, ദ ചാരിയറ്റ്, ടു ഓഫ് പെൻഡിക്കിൾ, ദ ഹെർമിറ്റ്, കിങ് ഓഫ് പെൻഡിക്കിൾ, 10 ഓഫ് വാൻഡ്സ്. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നിങ്ങളുടെ പേഴ്സണ് കിട്ടിയിരിക്കുന്നത് ദ ഡെവിൾ, 10 ഓഫ് വാൻഡ്, കിങ് ഓഫ് വാൻഡ്, കിങ് ഓഫ് കപ്പ്, ദ ഫൂൾ, 10 ഓഫ് കപ്പ്. ഇത് നിങ്ങളുടെ പേഴ്സണ് കിട്ടിയിരിക്കുന്ന കാർഡുകളാണ്. കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് 15, 6, 10, 21, 3, 10. 10 3 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 1, 19, 7, 2, 8, 9. ഈ നമ്പർ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കാം. സൺ കാർഡ് ഏറ്റവും ടാരോ റീഡിങ്ങിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡാണ് സണ്ണ്. സ്ട്രോങ് കാർഡാണ്, ഫുൾ എനർജറ്റിക് കാർഡാണ്. എൻ്റെ വേഴ്സ് ഇപ്പം സ്ട്രോങ് ആയിരിക്കുന്നു. ന്യൂ ബിഗിനിങ് ആണ് ഇതിൽ കാണുന്നത്, പുതിയ തുടക്കം. എല്ലാവരും ഈ എനർജി ആർക്കൊക്കെ പിക്കാവുമെന്ന് അറിയത്തില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വിടുക. ഹാപ്പി എനർജി ആയിട്ട് കാണുന്നുണ്ട്. സെൽഫ് കോൺഫിഡൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്തോ ഒരു കാര്യത്തിന് സമയം അനുകൂലമാകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഒന്നുകിൽ ഗൾഫിലോ മറ്റോ പോകുന്നതിനോ, തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നതോ, എന്തോ ഒന്ന് പ്രത്യേകിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നു. എന്ത് പഠിത്തവും ആവാം കേട്ടോ. ഇപ്പം നമ്മളൊരു തയ്യൽ പഠിക്കുന്നു, അതും പഠിത്തം തന്നെയാണ്. ഡ്രൈവിങ് അങ്ങനെയൊക്കെ പഠിക്കുന്നതെല്ലാം പഠിത്തം തന്നെയാണ്. ഓക്കെ, നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പോയിരുന്ന് പഠിക്കുന്നത് മാത്രമല്ല, എല്ലാം പഠിത്തം തന്നെയാണ്. ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട്. ഒരു ഗൾഫിലോട്ടോ മറ്റോ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരേക്ക് മാറി പോകുന്നതിന്, ഗൾഫിലോട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലത്തേക്ക് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് എനർജി കാണുന്നു. എന്തിനും സമയം അനുകൂലമാകുന്നതിന് വെയിറ്റ് ചെയ്യുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എല്ലാം ശരിയാകും. ഇതുവരെ നടന്നതിനെല്ലാത്തിനും ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് പുനർചിന്ത നടത്തുന്നു. എന്തോ നിങ്ങൾ സംഭവിച്ചു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് ഫിനിഷായി ഏതോ ഒരു കാര്യം, സംസാരമായാലും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഫിനിഷായ കാര്യം, ഒരു മാറ്റർ ആയിരിക്കാം, ആരുമായിട്ടെങ്കിലും സംസാരത്തിലായ വിഷയങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ചെയ്തു പോയ എന്തെങ്കിലും പ്രവൃത്തിയായിരിക്കാം, അതും അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമായിരിക്കാം. ആ ഒരു വിഷയത്തിലേക്ക് വീണ്ടും പുനർപരിശോധന നിങ്ങൾ രഹസ്യമായി നടത്തുന്നു. മറ്റുള്ളവരെല്ലാം കൂട്ടിയിട്ടല്ല, നിങ്ങൾ അതിലേക്ക് ഒരു ചെറിയ നോട്ടം, ഞാൻ ചെയ്തത് ശരിയാണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വീക്ഷിക്കുന്നു. എന്തെങ്കിലും ഫാൾട്ടുണ്ടോ, അവിടെ എന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്നുള്ള ഓരോ കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ശരി, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അത് നിങ്ങൾ ഒന്ന് പുനർപരിശോധിക്കണമെന്ന്, ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ നിങ്ങൾക്ക് ഒന്നും കൂടി അതൊന്ന് ചിന്തിക്കണമെന്ന് നിങ്ങൾ തയ്യാറെടുക്കുന്നു.
നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട്, ഒരു കർമ്മം ചെയ്തിട്ട്, കർമ്മം എന്ന് പറയുമ്പോൾ ഏത് ജോലിയാവാം, മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത് ഫിനിഷായി, അതിൻ്റെ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടി കാത്തിരിക്കത്തില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്ത ഏതോ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ പരീക്ഷ എഴുതി കാണും, പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് കാണും, ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നതിന് വെയിറ്റ് ചെയ്യുന്നു, വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കാണും, വിസ വരുന്നതിന് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു വെച്ച അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ട് മനസ്സായിട്ട് നിൽക്കുന്നു. ചിലപ്പോൾ അത് നടത്തണമെന്നും അല്ലെങ്കിൽ അത് ഇപ്പം നടത്തണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നടത്തിയാൽ മതിയെന്നും അങ്ങനെ രണ്ട് ചിന്തകൾ. എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഒരാളുടെ നമ്പർ നിങ്ങൾ മൊബൈലിൽ നിന്ന് ഇനി അയാളുമായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റുമില്ല, ഇതോടുകൂടി അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വ്യക്തിയുടെ നമ്പർ എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, ആ നമ്പർ വീണ്ടും തപ്പിപ്പിടിച്ച് വീണ്ടും സേവ് ചെയ്ത് വെക്കുന്ന അവസ്ഥ. കാരണം ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ രണ്ട് ജഗ്ലിങ്, അത് വേണോ വേണ്ടേ, ഏതെടുക്കണം, രണ്ട് വഴി എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. നിങ്ങളുടെ ദീർഘവീക്ഷണങ്ങളൊക്കെ നിങ്ങൾ കുറച്ചിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധാപൂർവം നോക്കുക. ഇനി വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചില എനർജികളും ഇതിലുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരും കുറച്ച് നെഗറ്റീവ് സൈഡിലോട്ട് ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ ഒന്ന് നെഗറ്റീവല്ല, ഒന്ന് തളർന്ന മട്ട്, നെഗറ്റീവായിട്ടല്ല ചിന്തിക്കുന്നത്, ഒന്ന് തളർന്ന മട്ടിൽ ചിന്തിക്കുന്നത്. എനിക്കിനി വയ്യ, ഞാൻ തളർന്നു, ഇതിൻ്റെയൊക്കെ പിറകെ നടന്ന് എനിക്കിനി വരുന്നിടത്ത് വെച്ച് കാണാം, ഒരു കാര്യത്തിനും എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇതിനൊക്കെ പോയി ഇറങ്ങിയും ഓരോ വിഷയങ്ങൾക്ക് ഇറങ്ങി തളർന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ, എന്ന ചിന്തയിൽ തന്നെ നിങ്ങളിരിക്കുന്ന പല ആൾക്കാരുണ്ട്. എനിക്കിനി ഒട്ടും പറ്റുന്നില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് ചില വ്യക്തികൾ നിൽക്കുന്നത്. അവരുടെ ഓരോ സ്റ്റെപ്പും അവർ സൂക്ഷ്മമായി പരിശോധിച്ച് ഇനി എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് വരാൻ പാടില്ല, ഞാൻ ഇനി ചെയ്യുന്ന പ്രവർത്തികളും വാക്കുകളും എല്ലാം ഞാൻ നോക്കി അളന്നേ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ കാരണം ഇനി ആരെയും ബുദ്ധിമുട്ടോ ഒരു കാര്യങ്ങളും ഉണ്ടാകണ്ട എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരും ഈ എനർജിയിൽ കാണുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനും ഇവിടെ കാണുന്നു. പല ആൾക്കാരും ജിമ്മിലും അവിടെ ഇവിടെയൊക്കെ പോയി നല്ല എക്സസൈസൊക്കെ ചെയ്ത് നല്ല ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് ഇരുന്ന ആൾക്കാരുണ്ട്. രാവിലെ ഓടാനും നടക്കാനും ഒക്കെ പോയ ആൾക്കാരുണ്ട്. ശരീരമൊക്കെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ തന്നെയും അവരുടെ മേക്കപ്പിലും കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ചെയ്തിരുന്ന പല ആൾക്കാരും അവരുടെ ആ രൂപത്തിൽ നിന്നെല്ലാം പിൻവലിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിട്ട് കാണുന്നു. അവരിപ്പോൾ ക്ഷീണിച്ച് ഒരു രോഗിയെപ്പോലെ അല്ലെങ്കിൽ ഒരു വയസ്സായ രീതിയിൽ എനിക്കിനി ഒന്നും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ക്ഷീണിച്ച് അവശനായ ആ അവസ്ഥയിൽ ചിലവരുടെ സിറ്റുവേഷൻ നടക്കുന്നു. മാനസികമായും തളർന്ന അവസ്ഥയിലും ചില വ്യക്തികളെ കാണുന്നു. മറ്റു ചില ആൾക്കാർ വേറെ ചില കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ചില വ്യക്തികൾ ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു മാറുകയും മറ്റു ചിലർ അടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ലഹരി വസ്തുക്കളൊന്നും ഇനി ഞാൻ ഈ ലഹരിയും കാര്യം കാരണം എൻ്റെ ലൈഫിനെ തകർത്തത് ഇത് കാരണമാണ്, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള രീതിയിൽ ലഹരി വസ്തുക്കളെ ഉപേക്ഷിച്ച വ്യക്തികൾ ഇപ്പോൾ സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ ഈ ലഹരി ഇനി ഉപയോഗിക്കുന്നില്ല, ഈ കാരണമാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ച് ലഹരി ഉപേക്ഷിക്കുന്ന ആൾക്കാരും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യം അതിൻ്റെ അളവ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതായിട്ടും സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് അഡിക്ഷനാണ്. ഇപ്പം ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. ടാരോ റീഡിങ് അമിതമായി ഉപയോഗിക്കുന്ന ആൾക്കാർ അഡിക്ഷനാണ്. കാരണം നേരം വെളുത്ത് രാവിലെ സ്റ്റാർട്ടിങ്ങിൽ കണ്ണ് തുറന്നാൽ ഉടനെ ടാരോ റീഡിങ് നോക്കുന്നത് ഒരു അഡിക്ഷനാണ്.
കാരണം മൈൻഡിലേക്ക് വരുന്നത്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും ടാരോ റീഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കരുത്. കാരണം ടാരോ റീഡിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. നമ്മുടെ ബ്രെയിന് രാവിലെ ദൈവത്തിൻ്റെ വിചാരങ്ങളും പോസിറ്റീവ് എനർജിയും നമ്മൾ ഗുഡാണെന്നുള്ള കാര്യങ്ങളും വേണം മെസ്സേജ് കൊടുക്കാൻ. അപ്പോൾ ഈ ടാരോ റീഡിന് അഡിക്റ്റായി കിടക്കുന്ന പല ആൾക്കാരും സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ടാരോ റീഡിങ്ങിലേക്ക് നോക്കുകയും രാത്രി ഒരുപാട് താമസിച്ചാൽ പോലും ഈ ടാരോ റീഡിൻ്റെ സ്റ്റോപ്പ് ചെയ്യാത്ത ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. ഒന്ന് മാറി കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് അഡിക്റ്റായിട്ട്. കാരണം ഈ മറ്റുള്ള ലഹരി വസ്തുവിനെ പോലെ തന്നെയാണ് ഏതൊരു സാധനം, ഏതൊന്നായിക്കോട്ടെ, അത് നമ്മൾ കണ്ടിന്യൂ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ലഹരി, നമ്മുടെ അഡിക്ഷനായി കഴിഞ്ഞു. അതിൽ നിന്ന് മാറുന്നതിന് കുറച്ച് പാടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയും കാണുന്നുണ്ട്. ഒന്ന് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ കൈ വിറയ്ക്കുന്നത് പോലെ, ടാരോ റീഡ് കണ്ടില്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഇങ്ങനെ വിറയൽ വരുന്ന അവസ്ഥകളൊക്കെ പല സിറ്റുവേഷനിലായിട്ട് കാണുന്നുണ്ട്. മറ്റു ചിലർ അവരുടെ എല്ലാ കാത്തിരിപ്പുകളും അവസാനിപ്പിച്ച് ആ കാത്തിരിപ്പിൻ്റെ നോവുന്ന വേദനകളും കാര്യങ്ങളും ഓർമ്മകളും എല്ലാം എടുത്ത് തീയിലിട്ട് തീ കായുന്നതായിട്ട് ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അവരുടെ എല്ലാ ഓർമ്മകളും അവർ തന്ന ഗിഫ്റ്റുകളായിരിക്കും, മറ്റെന്തെങ്കിലും ആയിരിക്കാം, എല്ലാം തീയിൽ ഉപേക്ഷിക്കുന്നു. ഒന്നുകിൽ തീയിൽ, അല്ലെങ്കിൽ അത് കീറിക്കളയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ഓർമ്മകളെ നശിപ്പിക്കുന്നതായിട്ട്, ഡിലീറ്റ് ആക്കുന്നതായിട്ട് കാണുന്നു. അതെല്ലാം കളഞ്ഞ് ഒരു മൂവ് ഓൺ ചെയ്യുന്നതായിട്ട്, ഒരു പുതിയ പേഴ്സണായിട്ട് മാറുന്നതായിട്ട് ഉള്ള സിറ്റുവേഷൻ കാണുന്നു. പഴയ ഓർമ്മകൾക്കെല്ലാം ബൈ ബൈ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആവർത്തിച്ച് വരുന്നതാണ് സർക്കാരിന് ലാഭം കൂട്ടാൻ വേണ്ടിയിട്ട് ലഹരി വസ്തുക്കളൊക്കെ വീണ്ടും അമിതമായ ഒരു മത്സരം പോലെ തുടങ്ങുന്ന ആൾക്കാരും ഇപ്പോൾ സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. പക്വതയും സ്നേഹവും സമാധാനവും എല്ലാം ഉണ്ടെങ്കിലും ഒരു പരുക്കം സ്വഭാവം പുറത്ത് കാണിക്കുന്നുണ്ട്. എല്ലാം ഉള്ളിലൊതുക്കുന്നു. എല്ലാ സ്നേഹവും കാര്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയിട്ട് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ആരും ഇല്ലെങ്കിൽ വീട്ടുകാരെ ബോധിപ്പിക്കുന്നതായിരിക്കും, അതൊന്നും ഇല്ലെന്നോ, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു രൂപം, അവരുടെ ഉള്ളിൽ സോഫ്റ്റായിട്ടുള്ളൊരു രൂപവും അല്ലെങ്കിൽ വേറൊരു നിർമ്മലമായ ഭാവവും പുറമേ എനിക്കൊരു പ്രശ്നവുമില്ല, എന്നെ എങ്ങും ഏക്കാൻ പോകുന്നില്ല, അവർ പോയാൽ എന്താ എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയും. ഒരു പോയാൽ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഒരു പുച്ഛത്തോടെ സംസാരിക്കുകയും എന്നാരും കാണാത്ത സമയത്ത് ഭയങ്കര രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇമോഷന് വേണ്ടിയിട്ട് ഇരുന്ന് കരയുന്നതും ആയിട്ടുള്ള സിറ്റുവേഷനാണ് പലർക്കും ഉള്ളത്. പല ആൾക്കാരും വീട്ടിൽ നിന്നും അകന്ന് മാറി നിൽക്കുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഒരു ഓഫീസിലോട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റോ വീട്ടിൽ നിന്നും ദൂരോട്ട് മാറിയ ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ഒരു ഓഫർ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഓഫർ അതെന്ത് തന്നെ ആവാം. ഇപ്പം പ്രണയമാകാം, പ്രപ്പോസലാകാം, അതും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ, ഒരു ബിസിനസ് അത് സ്റ്റാർട്ട് ചെയ്യണോ, എങ്ങനെ ചെയ്യാം, സാമ്പത്തികമൊക്കെ തയ്യാറാക്കി വെക്കണം, അതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പ്, ഇത്ര വേണം, ഇങ്ങനെ വേണം എന്നുള്ള ചിന്തകൾ ഇപ്പം മറ്റുള്ള കാര്യങ്ങളിലോട്ടെന്നുള്ള ചിന്തയല്ല, നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലോട്ടും അതിനുള്ള ബിസിനസ് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഒരുക്കുന്നതായിട്ടും, പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ റിവൈൻഡ് ചെയ്ത് ഓഫർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം, അത് റിലേഷനും ആവാം, ആർക്കെങ്കിലും ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയിലും കാണുന്നു. പിന്നെ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്, എന്തിൻ്റെ ഇതിലാണെന്നറിയത്തില്ല, ഏതോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓവർ ടൈം നിങ്ങൾ ജോലി ചെയ്യുകയാണ്. സമ്പാദ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കും. എന്തിരുന്നായിരുന്നാലും ചെയ്യുന്ന ജോലിയുടെ 100% കിട്ടണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്. പലരും പറയുന്നുണ്ട് പണമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ സമ്പാദ്യത്തിലേക്ക് തിരിഞ്ഞ് വരുന്ന അവസ്ഥയും കാണുന്നുണ്ട്. മറ്റു ചിലർ ബാങ്കുമായി ബന്ധപ്പെട്ട് കുറച്ച് പണം നിക്ഷേപിക്കുകയോ എടുക്കുകയോ മറ്റോ എന്തോ ഒരു കുറച്ച് വലിയ തുക തന്നെ എടുക്കുകയോ നിക്ഷേപിക്കുകയോ ചെയ്യുന്നതായി കാണുന്നു. അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സമ്പാദ്യശീലം
ചിലപ്പോൾ ഒരു 1000 രൂപയാണെങ്കിൽ തന്നെയും ഞാൻ ഇനി മുതൽ ഞാൻ സമ്പാദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോണു, എനിക്ക് സമ്പാദ്യം ഉണ്ടാക്കണം, എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലും ചില ആൾക്കാർ ബാങ്കുകളിലുമായിട്ട് ബന്ധപ്പെട്ട് പണവുമായിട്ട് ബന്ധപ്പെട്ട് സിറ്റുവേഷൻ കാണുന്നു. ഇനി അടുത്തത് നിങ്ങളുടെ മെസ്സേജാണ്. നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്ന മെസ്സേജാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങളുടെ പേഴ്സണെ പറ്റി മറ്റു ചിലരോടും നിങ്ങളുടെ സ്വന്തം ആത്മാവിനോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഈ മെസ്സേജിൽ വരുന്നത്. ഒന്നാമതായിട്ട്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് കൊടുത്ത സ്നേഹത്തിൽ നിന്നും അധികമായി, പഴയതിലും അധികമായി കൂടുതലായി നിങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഞാൻ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെന്നെ വിട്ടുപോയാലും ശരി, ഞാൻ നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോഴും എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ട്, സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ കരയുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നതോ, എൻ്റെ പേഴ്സൺ വേദനിച്ചിരിക്കുകയാണെന്നറിയുന്നതോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളെ പേഴ്സണെ പറയാം. മറ്റുള്ളവരുടെ അടുത്ത് പോയി നിങ്ങളുടെ പേഴ്സൻ്റെ കുറ്റം പറയാം, എൻ്റെ പേഴ്സൺ അങ്ങനെയാ ഇങ്ങനെയാ, എന്നെ നോക്കിയിട്ടില്ല എന്നൊക്കെ. എന്നാൽ അവരെന്തെങ്കിലും നിങ്ങളെ പേഴ്സൺ മോശമാണോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, നിങ്ങൾ എൻ്റെ പേഴ്സണെ കുറിച്ചൊന്നും കുറ്റം പറയേണ്ട, എനിക്കറിയാം എൻ്റെ പേഴ്സൺ എങ്ങനെയാണെന്നുള്ള കാര്യം എന്നുള്ള രീതിയിൽ. കാരണം ഞാൻ എന്തും പറയും, പക്ഷേ മറ്റൊരാൾ എൻ്റെ പേഴ്സണെ ഒന്നും പറയുന്നത് എനിക്ക് സഹിക്കില്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളാരും ഇപ്പോൾ വീട്ടുകാരുടെ അടുത്തൊക്കെ പറയായിരിക്കും, നിങ്ങളാരും എൻ്റെ പേഴ്സണെ കുറിച്ച് ഒരു കുറ്റവും പറയേണ്ട ആവശ്യമില്ല, ഞാൻ സഹിച്ചോളാം എന്നുള്ള മെസ്സേജൊക്കെ നിങ്ങളവിടെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് പറയുന്നതാണ്, എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ തെറ്റുകളും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കുകയാണ്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും അത്ര ബെറ്റർ ആയിരുന്നില്ല. എൻ്റെ പഴയ സ്വഭാവങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫോട്ടോ നോക്കിയോ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിച്ചോ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ഫോട്ടോയിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജായിട്ടോ കൊടുക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം. എൻ്റെ ലോകമാണ് നീ ഇല്ലാണ്ട് എനിക്കൊരു നിമിഷം പോലും പറ്റത്തില്ല, നീ എനിക്ക് തിരിച്ച് വേണം, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾ ഫോട്ടോ നോക്കിയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. നീ ഇല്ലാണ്ട് എൻ്റെ ജീവിതം മൊത്തം ഇരുട്ടാണ്, നീ എന്നിലേക്ക് തിരിച്ചു വരൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്നുകിൽ ടെലിപ്പതി ആയിട്ടായിരിക്കും. എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കൊടുക്കുന്ന മെസ്സേജാണ്. പിന്നെ വരുന്ന മെസ്സേജ് നിങ്ങളുടെ വീട്ടുകാരോ കൂട്ടുകാരുടെ ഇടയ്ക്ക് വരുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരോട് തർക്കിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആത്മാവിനോട് തന്നെ പറയുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾക്ക് അനുകൂലിച്ച് നിങ്ങളെ കൂടെ നിന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ഒരു സപ്പോർട്ടറായിട്ട് നിങ്ങളെ കൂടെ നിന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ അല്ലെങ്കിൽ സ്വന്തം ആത്മാവിനോട് തന്നെ പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് എന്ന് സ്വയം ചിന്തിക്കുന്നുണ്ട്. ഇന്നലെ പോലും നിങ്ങളിൽ പലരും ആദ്യമായി നിങ്ങളുടെ പേഴ്സണെ കണ്ട നിമിഷത്തെക്കുറിച്ച് മനസ്സിൽ വീണ്ടും ആലോചിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുകയും മറ്റു ചിലർ അത് ഓർത്ത് കരയുകയും ചെയ്ത അവസ്ഥ മെസ്സേജായിട്ട് കാണുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടെന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്ങും നിങ്ങൾക്ക് റെസൊനേറ്റ് ആകും. റെസൊനേറ്റ് ആവാത്തവർ നിർബന്ധപൂർവം ഒന്നും റെസൊനേറ്റ് ആക്കരുത്. കാരണം ഇടുന്ന റീഡിങ് എല്ലാം ഈ കാണുന്ന അവർക്കുള്ളതായിരിക്കത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ ആ മാറ്റർ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കുള്ളതാണോ നിങ്ങൾക്കുള്ളതല്ല, നെഗറ്റീവാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ സ്വയം പറയണം. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുകയല്ല, നിങ്ങൾ സൗണ്ട് വെച്ച് തന്നെ നിങ്ങൾ പറയണം, ഇത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുക, കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾ പോകുക, ഇതെൻ്റെ റീഡിംഗ് അല്ല എന്ന് നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പം അതങ്ങ് വന്നാൽ നിങ്ങൾ അത്രയും നേരം കേട്ടത് നെഗറ്റീവ് നിങ്ങളിൽ നിന്നങ്ങ് വിട്ടുപോകും കേട്ടോ. നിങ്ങളുടേതല്ലാത്ത ഒരു എനർജിയും നിങ്ങൾ പ്രഷർ ചെയ്ത് നിങ്ങളുടെ അതാക്കി വെക്കരുത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. ആദ്യം വന്നിരിക്കുന്നത് തന്നെ ഡെവിളാണ്. നിങ്ങളിൽ ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്.
നിങ്ങളുടെ പിക്കോ സ്റ്റാറ്റസോ FBയിലോ ഫോട്ടോയോ മറ്റെന്തെങ്കിലും കാണാനിടയായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ യാത്രാമധ്യത്തിലോ മറ്റോ എങ്ങനെയെങ്കിലും നിങ്ങളെ കണ്ടതോ ആയിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കഴിഞ്ഞ നാളുകളും കാര്യങ്ങളും എല്ലാം ഓർക്കുന്നുണ്ടായിരിക്കും. സെക്ഷുവലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പാർട്ട്ണർ ഓർക്കുന്നുണ്ട്. മറ്റ് ചില വ്യക്തികളുടെ എനർജി കുറച്ച് ക്രൂവലായിട്ടാണ് വന്നിരിക്കുന്നത്, നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ ദേഷ്യത്തിലും വൈരാഗ്യത്തിലും വൈരാഗ്യബുദ്ധിയിലും ഒക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സണെയും കാണുന്നുണ്ട്. നിങ്ങളോട് വൈരാഗ്യം വെച്ച് പുലർത്തുകയും നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും, തകർക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കെന്തോ മാനസിക പ്രശ്നത്തിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെ നിങ്ങളെ ഒന്ന് വേദനിപ്പിക്കണം എന്നുള്ള വൈരാഗ്യമാണ്. അല്ലാതെ ഭയങ്കര ക്രൂരമായിട്ടുള്ള വൈരാഗ്യമൊന്നും ഇതിൽ എടുത്തു കളയരുത്. ചെറിയ രീതിയിൽ വൈരാഗ്യം വയ്ക്കത്തില്ലേ, അങ്ങനെയുള്ള വൈരാഗ്യങ്ങളൊക്കെ കാണുന്നതായിട്ട് എനർജിയായിട്ട് കാണുന്നു. മറ്റ് അവരുടെ ആരുടെയെങ്കിലും മറ്റ് എനർജിയുടെ കാരണം ഒരു നെഗറ്റീവ് എനർജിയുടെ ഹെൽപ്പ് ചോദിക്കുന്നതായിട്ടും ബ്ലാക്ക് എനർജിയുടെ ഹെൽപ്പ് ചോദിക്കുന്നതായിട്ടും ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. എത്ര പേർക്ക് റെസൊനേറ്റ് ആകുമെന്ന് അറിയത്തില്ല. റെസൊനേറ്റ് ആകുന്നവരൊന്ന് പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്തേക്കണേ. 10 ഓഫ് സോഡാണ് അടുത്തത്. വേദനയാണ്, ഉറക്കമില്ലാത്ത രാത്രികളാണ് അവർക്ക്. രാത്രി എന്നല്ല പകലെന്നല്ല, ഉറക്കമില്ലാത്ത സമയങ്ങളാണ്. അവർ ഉറങ്ങാറില്ല. പെയിനാണ്, അവരുടെ മാനാഭിമാനം എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലും കാര്യങ്ങളിലും അവർ ചിന്തിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ കാരണമാണല്ലോ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്. അവരുടെ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ഓർത്ത് കരയുന്നുണ്ട്. ഒരുപാട് വേദനയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ രോഗികൾ കാണുന്നു. രോഗികൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരോ അല്ലെങ്കിൽ ബെഡിൽ തന്നെ കിടക്കുന്നവരോ എഴുന്നേക്കാൻ വയ്യാത്തവരോ അല്ലെങ്കിൽ കരഞ്ഞ് മാനസികമായിട്ടുള്ള ക്ഷീണം കാരണം 24 മണിക്കൂർ നമ്മൾ മറ്റൊന്നിനും നമ്മൾ വീട്ടിൽ തന്നെ എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, വന്ന് തിരിച്ച് വന്ന് കിടക്കുക, പിന്നെ എന്തെങ്കിലും ചെയ്യുക, ഓടി വന്ന് കട്ടിലിൽ കിടക്കുക. സാധാരണ നമ്മൾ ഇരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ അതൊന്നും ചെയ്യാതെ എപ്പോഴും കട്ടിലിൽ കിടക്കുന്ന ഒരവസ്ഥ. മറ്റു ചിലർ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരുണ്ടായിരിക്കാം. നിങ്ങളെ ഈ സമയം വളരെ വേദനയോടെ ഓർക്കുന്ന പേഴ്സണും ഉണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ, കാരണം അവർക്ക് വയ്യായികയാണ് എന്തെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾ കെയർ ചെയ്ത സ്നേഹവും കാര്യങ്ങളും നിങ്ങളുടെ കെയറും കാര്യങ്ങളെല്ലാം അവർ ഓർത്ത് വേദനിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിൽ പല ആൾക്കാരിലും, ഒരുപാട് ആൾക്കാരിലും, ഏകദേശം ഒരു 80% ആൾക്കാരിലും ഡിപ്രഷൻ മൂഡിലേക്ക് പോയിരിക്കുന്നതായിട്ട് നല്ല ക്ലിയറായിട്ട് ഈ ഡിപ്രഷൻ എനർജി നല്ല രീതിയിൽ കാണുന്നുണ്ട്. അടുത്തതായിട്ടുള്ളത് കിങ് ഓഫ് വാണ്ടാണ്. അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ഒരു ഫാമിലി പേഴ്സണാണ്. ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞ ആൾക്കാരാണ് ഇത് റീഡിങ് കാണുന്നത്. രണ്ടുപേരും വിവാഹം കഴിഞ്ഞ ആൾക്കാർ. കാരണം അവിടെയും ഫാമിലി ഉണ്ട് ഇവിടെയും ഫാമിലി ഉള്ളവരാണെങ്കിൽ അവർക്ക് നിങ്ങളും പ്രധാനമാണ്, അവരുടെ ഫാമിലിയും പ്രധാനമാണ്. അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അവരുടെ മക്കളായിരുന്നാലും വൈഫോ ഹസ്ബൻഡോ ആണെങ്കിലും, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ, കല്യാണം കഴിക്കാത്തവരാണെങ്കിലും അച്ഛനോ അമ്മയോ, അവരുടെ ചിലവിൽ ജീവിക്കുന്ന, നിങ്ങളുടെ പേഴ്സൻ്റെ ചിലവിൽ ജീവിക്കുന്ന മറ്റാരെങ്കിലും ഒരു വ്യക്തികളോ അല്ല 1-2 വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അതും നോക്കണം. നിങ്ങളെന്നുള്ള ഇഷ്ടത്തെയും ചേർത്ത് പിടിക്കണം. നിങ്ങൾ അവരുടെ പാഷനും മറ്റത് അവരുടെ ഉത്തരവാദിത്വവും കൂടിയാണ്. നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് അവരെപ്പോഴും ഏത് അവസ്ഥയിലും കൂടെ കാണുന്നുണ്ടെങ്കിലും, നിങ്ങൾ പോലും അറിയാതെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും, പക്ഷേ അവർ നിങ്ങളിലേക്ക് നോക്കുന്നില്ല, നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ല. അവർ നിങ്ങളെ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജോ കാര്യങ്ങളോ കോളോ യാതൊന്നും, നിങ്ങളുടെ ഒരു കെയറിങ്ങിനെ പറ്റി ഒന്നും അവർ ചോദിക്കാറില്ല. നിങ്ങളെത്ര അവരുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ തന്നെ അവർ നിങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആൻസർ പറഞ്ഞ് വെച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങളുടെ കാര്യങ്ങളോ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളോ യാതൊന്നും ചോദിക്കുന്ന രീതിയൊന്നും കാണുന്നില്ല. അപ്പം അതവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും
അവളോട് അല്ലെങ്കിൽ അവനോട് ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്ന സ്ഥലങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നത്, ഫാമിലിക്ക് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ. കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് ജോലിക്കായിരിക്കും. നിങ്ങൾക്ക് അവർ ഒന്നാമത്തെ പ്രയോറിറ്റി തന്നിട്ടില്ല. ഒന്നിൽ കൂടുതൽ റിലേഷൻ ഉള്ളവരാണെങ്കിൽ തന്നെയും അവർ നിങ്ങളെ ഒരു വലിയ നിങ്ങളുടെ സ്നേഹവും സഹതാപവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ ഒന്നാമത്തെ രണ്ടാമത്തെ പ്രയോറിറ്റി ലിസ്റ്റിൽ പോലും അവർ വെച്ചിരുന്നില്ല എന്നുള്ളതും കൂടി അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അർഹിച്ചതായി യാതൊന്നും അവർ തന്നിട്ടില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അടുത്ത കപ്പും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്പ്. സെയിം എനർജിയാണ് വീണ്ടും റിപ്പീറ്റ് ആയിരിക്കുന്നത്. നിങ്ങളോട് നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇമോഷണലായിട്ട് സ്നേഹമൊക്കെ വെച്ച് നീട്ടുന്നുണ്ട്. നിങ്ങളോട് കെയറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയി എന്ന് അവരിരുന്ന് ചിന്തിക്കുന്നുണ്ട്. അവരുടെ കറണ്ട് എനർജിയാണത്. അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളോടുള്ള ഇപ്പോഴുള്ള കറണ്ട് എനർജിയാണ്. അവരുടെ ലിസ്റ്റിൽ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. ഈ ഒരു എനർജി ആർക്കെങ്കിലും റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇത് അവരുടെ റീഡിംഗ് ആണ്. കാരണം ഒന്നിലധികം കാർഡുകളും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പ്രയോറിറ്റി നിങ്ങൾക്കല്ല ഫസ്റ്റ് തന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റാരെക്കാളും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ പാർട്ട്ണർക്കും പേഴ്സണും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന പേഴ്സൺ തിരിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അല്ല തന്നിരിക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ ഫാമിലിക്കും ജോലിക്കും അവർക്കും സ്വന്തമായിട്ടും സെൽഫ് ലവും സെൽഫ് കെയറും ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അവർക്ക് സ്വന്തമായിട്ടും കൊടുത്ത് എല്ലാത്തിനും ഒടുവിലാണ് ഇവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നിരിക്കുന്നതായിട്ട് എനർജി കാണുന്നുണ്ട്. പലപ്പോഴും അവർ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എനിക്ക് നീ അല്ല പ്രയോറിറ്റി, എനിക്ക് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫാമിലി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പോലും ഓപ്പണായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പിന്നെ അവരുടെ അല്ലെങ്കിൽ മാതാപിതാക്കൾ, എനിക്ക് എൻ്റെ വീട്ടുകാരാണ് വലുത് എന്നുള്ള കാര്യങ്ങളൊക്കെ. കല്യാണം കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ വീട്ടുകാരാണ്, എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് വലുത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് വലുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പം വൈഫാണെങ്കിൽ തന്നെയും നിങ്ങളുടെ പേഴ്സൺ പറയും, എനിക്ക് എൻ്റെ ഫ്രണ്ട്സാണ് വലുത്, നീ അതിൻ്റെ ഇടയിൽ എനിക്ക് ശല്യമായിട്ടാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ പോവാം, പക്ഷേ എൻ്റെ ഫ്രണ്ട്സുകളിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റത്തില്ല എന്നുള്ള സംസാരങ്ങളും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ പേഴ്സൺ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത് മറ്റു ആൾക്കാർക്കാണെന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാവർക്കും റെസൊനേറ്റ് ആകത്തില്ല. നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യണം കേട്ടോ. കാരണം കുറച്ച് ആൾക്കാരല്ലല്ലോ ഇത് കാണുന്നത്. എനിക്ക് തോന്നുന്നു 60,000 കൂടുതൽ ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവരുടെയും എനർജി മിക്സ് ആയിട്ടൊക്കെ വരും. അപ്പം നിങ്ങളുടെ എനർജി അല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യണം. സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ 2000 പേരോ അല്ലെങ്കിൽ 1000 പേരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരിൽ നിന്നുള്ള എനർജി ചിലപ്പോൾ സ്പ്രെഡായി വരാറുണ്ട്. കൂടുതലും എൻ്റെ റീഡിങ്, ഇപ്പം നമ്മൾ റീഡിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വന്ന് നമ്മുടെ ഇതിലോട്ട് നോക്കുകയും ടാരോ റീഡിലോട്ട് കൂടുതൽ സമയം നമ്മൾ ഏത് ടാരോ റീഡ് കാർഡാണ് എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്, അതിൽ നമ്മുടെ എനർജി നമുക്ക് എപ്പോഴും അവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഏത് സമയവും നമ്മൾ ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ അവിടെ നിന്നിട്ട് നിങ്ങളുടെ എനർജി എങ്ങനെ പിക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്ഥിരമായിട്ട് വന്നിട്ട് നമ്മുടെ എനർജി, നമ്മുടെ റീഡിങ്ങിൽ നമ്മുടെ വോയിസ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബ്രെയിനിലോട്ടും നിങ്ങളുടെ കാതിലോട്ടൊക്കെ നിങ്ങളിങ്ങനെ പിക്ക് ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എനർജി നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം കൂടുതലും ആൾക്കാർ വന്ന് നോക്കുന്ന അവരുടെ എനർജിയൊക്കെ ഇതിൻ്റെ അകത്ത് കയറി ഇറങ്ങിയും വരും. അപ്പം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെയല്ല, നിങ്ങളുടെ പാർട്ട്ണർ ബെറ്ററാണ്, ഓക്കെ, അങ്ങനെ നമുക്ക് പോവാം. ഓക്കെ, അങ്ങനെ അല്ലാണ്ട് ഇതെല്ലാം എൻ്റെ എനർജിയാണ് അല്ലെങ്കിൽ റീഡിങ് കള്ളത്തരമാണ് എന്നുള്ള രീതിയിൽ, കാരണം എല്ലാവരുടെയും, അതും ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെ എനർജി വരുന്നത് കാരണം ആരെങ്കിലും
ഈ എനർജിയിൽ കാണുന്നുള്ളവരുണ്ടായിരിക്കും. കാരണം മെസ്സേജുകളിലെല്ലാം എല്ലാവർക്കും റെസനേറ്റ് ആകുന്നു എന്നുള്ളതല്ല ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നത്. റെസനേറ്റ് ആകാത്തവരും കൂടി മെസ്സേജ് ഇടണം. കാരണം ഇപ്പോൾ എത്ര പേർക്കാണ് റെസനേറ്റ് ആവുന്നവർ മാത്രമാണ് മെസ്സേജ് ഇടുന്നത്. റെസനേറ്റ് ആവാത്തവർ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഈ റീഡിങ് എനിക്ക് റെസനേറ്റ് ആകുന്നില്ല എന്നും കൂടി ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കാൻ പറ്റും. റീഡിങ് എത്ര പേർക്കാണ് റെസനേറ്റ് ആകുന്നത്, എത്ര പേർക്ക് ആകുന്നില്ല എന്ന്. ഇപ്പോൾ ആകുന്നവരുടെ പെർസെൻറ്റേജ് ആണോ കൂടുതൽ, റെസനേറ്റ് ആകാത്തവരുടെ പെർസെൻറ്റേജ് ആണോ കൂടുതലെന്ന് നമുക്കൊരു കാൽക്കുലേഷനിൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അടുത്തത് ഫുൾ കാർഡാണ്. 0 നമ്പറാണ് ഫുൾ കാർഡിൻ്റെത്. ചില സമയത്ത് നിങ്ങളോട് ഹീറോ ആയിട്ടുള്ള ഫീലിംഗും കാണിക്കും, ചില സമയത്ത് 0 ആയിട്ടുള്ളതും കാണിക്കും. ഒരു സമയം നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കുകയും അതേ സമയം തന്നെ നിങ്ങളെ താഴ്ത്തി, നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാണെന്നും നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവില്ലെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും, വേറൊരു സമയത്ത് എല്ലാത്തിനും ബെറ്ററാണ് നിങ്ങളെന്ന് 2 രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. ഇതിലും ന്യൂ ബിഗിനിങ് എന്നുള്ള കാര്യം വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലോട്ട് പുതുതായിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ലൈഫിൽ എന്തൊക്കെ പ്രശ്നമായിരുന്നാലും ആരൊക്കെ എതിർത്ത് നിന്നിരുന്നാലും ശരി തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുക. ഇനി മുമ്പിൽ എത്രയൊക്കെ വലിയ കുഴിയായിരുന്നാലും ശരി തന്നെ ഞാൻ ആ കുഴിയിലൊന്നും ഭയപ്പെടില്ല. എൻ്റെ മുമ്പിൽ ഇനിയിപ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ നിന്നിരുന്നാലും ഒന്നിനും ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു പോകുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹവും കറണ്ട് ഫീലിങ്ങുമാണ്. നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ മുമ്പിലുണ്ടായിരുന്നാലും, ഇനി ആരൊക്കെ എന്തൊക്കെ പ്രശ്നം വന്നിരുന്നാലും ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരാനോ അല്ലെങ്കിൽ പുതുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നില്ല. ചില സമയം ഒന്നും അറിയാത്തൊരു പൊട്ടനെ പോലെയും ചില സമയത്ത് എല്ലാം അറിയുന്ന ഒരു വ്യക്തിയെ പോലെയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയെ പോലെയും അവർ പെരുമാറാറുണ്ട് നിങ്ങളുടെ മുമ്പിൽ. അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണെങ്കിൽ അവർക്കതിനെ എന്താ എനിക്കറിയത്തില്ല ആ ഒരു രീതിയിൽ പെട്ടെന്നൊരു പൊട്ടം കളിച്ച് മാറുക. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്കതും കൂടി ബെനിഫിറ്റാണ്, അവർക്ക് അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നല്ല അറിവും കാര്യങ്ങളൊക്കെ വരും. അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു മാരേജിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അവർക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും വിഷയത്തിൽ അവർ പെട്ടെന്ന് പൊട്ടം കളിച്ച് മാറുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. അവർ ഒരുപാട് സ്ട്രഗിളിൽ കൂടിയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും അതെല്ലാം നേരെയാക്കിയിട്ട് ഇനിയൊരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. എന്തായിരുന്നാലും ഇപ്പം പ്രശ്നങ്ങൾ ഒരു വഴിക്ക് അവിടെ കിടക്കട്ടെ. അവരെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളൊരു കറണ്ട് ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത്. ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ആ പൂച്ചക്കുട്ടി ആ ബട്ടർഫ്ലൈയുടെ പിറക്കെയാണ് പോകുന്നത്. കാരണം എന്തൊക്കെ സംഭവിച്ചിരുന്നാലും ശരി ഇവരെ എനിക്ക് വേണം, എൻ്റെ പാർട്ട്ണറെ എനിക്ക് വേണം എന്നുള്ള രീതിയിലാണ് ആ പൂച്ചക്കുട്ടി നിൽക്കുന്നത്. ആ പിക്ചർ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും, നിങ്ങൾ സൂം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അടുത്തത് 10 ഓഫ് കപ്പാണ്. ഇങ്ങനെ വന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ പുതിയൊരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള അവരുടെ സ്വപ്നങ്ങളും അവരുടെ എനർജിയും കാര്യങ്ങളുമാണ് കറണ്ടിൽ അവരിങ്ങനെയാണ് ചിന്തിക്കുന്നത്. കറണ്ട് എനർജി ഇങ്ങനെയാണ്. നിങ്ങളുടെ റീയൂണിയൻ ചെയ്ത് നിങ്ങളെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിലുള്ള ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം, നിങ്ങൾക്ക് വേണ്ടുന്നത്ര സന്തോഷം, നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്നതോ അല്ലെങ്കിൽ മാറ്റിവെച്ചതോ ആയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ഒരു 10 കപ്പാകുമ്പോഴത്തേക്ക് എല്ലാ ഇമോഷനും കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് നൽകണമെന്ന് അവർ ഈ ഒരു സിറ്റുവേഷനിൽ കറണ്ടായിട്ട് അവരുടെ കറണ്ട് എനർജി ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് അവർ സ്നേഹിക്കുന്നുണ്ട്. ഒരു ഫുൾ ഫാമിലി ആയിട്ട് അവരും ചിന്തിക്കുകയാണ്, നിങ്ങളുടെ കിട്ടിയ അതേ മെസ്സേജാണ്, അവരുടെ ലോകം നിങ്ങളാണ് എന്ന് ഇപ്പോൾ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. നാളെ എന്താകുമെന്ന് എനർജി മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഇതിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ എന്നാൽ പിന്നെ ആവട്ടെ എന്ന് തന്നെ ചിന്തിക്കും, ഇല്ലേ? നമ്മളിപ്പം ഒരു കാര്യത്തിന് അവർക്ക് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക എന്നും പറഞ്ഞൊക്കെ നിൽക്കുമ്പോഴത്തേക്കായിരിക്കും
അവരെന്നോട് ഇങ്ങനെയൊന്നും ചെയ്തില്ലേ എന്ന് ആരെങ്കിലും വന്നൊന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ എന്നാൽ ശരി ഇപ്പോഴും കൊടുക്കുന്നില്ല, ഇച്ചിരി കഴിയട്ടെ അവിടെ ഒന്ന് കുറച്ചിരിക്കട്ടെ എന്നും പറഞ്ഞ് ഇച്ചിരി എനർജി അങ്ങ് അപ്പോഴും മാറിപ്പോകത്തില്ലേ. അതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം ഇങ്ങനെയാണെങ്കിലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാരണങ്ങളോ ഒരു ചെറിയ കാരണങ്ങളോ മതി പെട്ടെന്ന് സിറ്റുവേഷൻ ചേഞ്ച് ആവാൻ. ഓക്കെ, ഇതൊക്കെയാണ് ടാരോ റീഡിൽ ഇങ്ങനെയാണ് റീഡിങ് വരുന്നത്. പിന്നെ എന്നെക്കൊണ്ട് ബെറ്ററാക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പഠിച്ച് വരുന്നതിന് ഞാൻ ബെറ്ററായിട്ട് നല്ല ശ്രദ്ധയോടുകൂടി തന്നെയാണ് ടാരോ റീഡിങ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട്. കാരണം എനിക്ക് വന്ന മെസ്സേജൊക്കെ എനിക്കത് കൂടുതൽ പഠിക്കുന്നതിനും കുറച്ച് സ്ട്രോങ് ആയിട്ട് എന്നെ മുന്നോട്ട് വരുന്നതിനും എനിക്ക് വരുന്ന മെസ്സേജുകളെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ പോരായ്മകളും കുറവുകളും എനിക്ക് അയക്കുമ്പോഴാണ് കൂടുതലും എനിക്കതിനെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് എനിക്ക് എൻ്റെ കുറ്റങ്ങളും കൂടി അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാവരും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നല്ല മെസ്സേജുകൾക്ക് പിന്നെ അത്ര വാല്യൂ ഇല്ലാണ്ട് പോകത്തില്ലേ. അപ്പം ചില കുറ്റങ്ങളും കുറവുകളും പറയുമ്പോഴാണ് നല്ല മെസ്സേജിന് ഒരുപാട് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് മോശപ്പെട്ടെന്ന് പറയുമ്പോൾ എന്നെ കുറ്റം പറഞ്ഞുള്ള മെസ്സേജുകൾ ഞാൻ ആഗ്രഹിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരുപാട് വളം ഇട്ട് കഴിഞ്ഞാലും ആ ചെടി നശിച്ചു പോകും. കുറച്ചൊക്കെ കുത്തിയിളക്കി മാറ്റിയിട്ടാലേ ആ ചെടിക്ക് നല്ലതുപോലെ വളരാൻ കഴിയുള്ളൂ. അപ്പം എല്ലാവർക്കും റീഡിങ് റെസനേറ്റ് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മദർ യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. എല്ലാവരും അഫർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. എൻ്റെ വ്യൂവേഴ്സിൽ ഒരുപാട് പേർക്ക് നല്ല മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ മദർ യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. മദർ യൂണിവേഴ്സാണ് നിങ്ങളുടെ എന്ത് തെറ്റ് കണ്ടിരുന്നാലും ക്ഷമിക്കും. നിങ്ങളൊന്ന് കരഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിഷമം ചെന്ന് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലോ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നടത്തി തരുന്നത് നമ്മുടെ പേരൻസാണ്. നമ്മുടെ മക്കൾ ചെന്ന് അമ്മമാരുടെ അടുത്തല്ലേ നമുക്ക് പറയാൻ പറ്റും, അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ എനർജി മൊത്തവും യൂണിവേഴ്സിൻ്റെയാണ്. നിങ്ങൾ മദർ യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ മുട്ടിപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മദർ യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ബൈ.